ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. സോ നമ്മുടെ NMMS ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ. നമ്മൾ December 13 ആണ് NMMS എക്സാം വരുന്നത്. സോ നമ്മൾ ഇവിടെ എക്സ് ആൻഡ് വൈയിൽ നമ്മൾ NMMS ലോഞ്ച് ഒക്കെ ചെയ്ത് നമ്മൾ കൃത്യമായ പ്ലാനോട് കൂടി നമ്മൾ NMMS കോച്ചിങ് കൊടുക്കുകയാണ് എല്ലാവർക്കും. സോ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, കൃത്യമായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഷോർട്ട് വീഡിയോസ് ആയി ക്ലാസ്സസ് കൊടുക്കുന്നതായിരിക്കും. പിന്നെ അതേപോലെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും ജോയിൻ ചെയ്യുക. സോ ഞാനിവിടെ NMMSന്റെ മാത്സിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുക. മാത്സ് ക്ലാസ്സസും ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ചെയ്യുന്നതായിരിക്കും. സോ ഓരോ ദിവസം ഓരോ ടോപ്പിക്ക് വെച്ചിട്ട് നമ്മൾ ഓരോ ഷോർട്ട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ടോപ്പിക്കാണ് എന്താണ് LCM ആൻഡ് HCF. സോ എന്താണ് LCM ഉം HCF ഉം? പലർക്കും എന്താണ് സംശയമുള്ളൊരു ഏരിയ ആണ് ഈ LCM ഉം HCF ഉം. എങ്ങനെയാണ് രണ്ട് നമ്പേഴ്സ് തന്നാൽ അല്ലെങ്കിൽ കുറച്ച് നമ്പേഴ്സ് തന്നാൽ LCM കണ്ടുപിടിക്കുക, HCF കണ്ടുപിടിക്കുക, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. സോ LCM എന്ന് പറയുമ്പോൾ എന്താ? LCM എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം വരുന്നത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. രണ്ട് നമ്പേഴ്സ് നിങ്ങൾക്ക് തന്നിട്ട് അതിൻ്റെ LCM കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കുക. അതായത് ആ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് നിങ്ങൾ എടുത്തിട്ട് അതിൽ കോമൺ ആയിട്ടുള്ള ലീസ്റ്റ് നമ്പർ, കോമൺ ആയിട്ടുള്ള ചെറിയ നമ്പർ നിങ്ങൾ എടുത്ത് അതായിരിക്കും LCM എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ HCF എന്താ? ആ വേർഡിൽ തന്നെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ആ വേർഡിലുണ്ട് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. രണ്ട് നമ്പർ തന്നിട്ട് അതിൻ്റെ ഫാക്ടേഴ്സ് നിങ്ങൾ എഴുതിയിട്ട് അതിലെ എന്താണ് കോമൺ ആയിട്ടുള്ള ഹയസ്റ്റ് നമ്പർ, അതാണ് HCF എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. സോ നമ്മൾ ഈസി ആയിട്ട് നോക്കുകയാണെങ്കിൽ ചെറിയ രണ്ട് നമ്പേഴ്സ് എടുത്തിട്ട് നമ്മൾ LCM എന്താ നോക്കാം. ഞാനിവിടെ 2 എന്ന നമ്പറും 5 എന്ന നമ്പറും എടുത്തു. ഈ രണ്ട് നമ്പേഴ്സിന്റെ LCM എന്ന് പറയുമ്പോൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പോൾ 2ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ? 2, 4, 6, 8, 10, 12 അങ്ങനെ പോകും. ഓക്കെ, അങ്ങനെ പോകുന്ന മൾട്ടിപ്പിൾസ് ആണ് 2നുള്ളത്. 5ന്റെ എത്രയാ? 10, 15, 20, 25 ഇങ്ങനെ പോകുന്ന മൾട്ടിപ്പിൾസ് ആണ് 5ൻ്റെത്. അപ്പോൾ LCM എന്താ കാണേണ്ടത്? LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് ഏതൊക്കെയുണ്ട്? 2, 4, 6, 8 ഇതൊന്നും കോമൺ ആയിട്ടില്ല. ബാക്കി എന്താ? 10 അവിടെ കോമൺ ആയിട്ടുണ്ട്. 10 രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത്. പിന്നെ ഇവിടെ ഏതാ ഉണ്ടാവുക? പിന്നെ ഇങ്ങനെ പോയിട്ട് ഇവിടെ ഒരു 20 വരും അല്ലേ. ഇതിൽ നമുക്ക് 20 വരും. അപ്പോൾ ഇവിടെയും 20 കോമൺ, ഇവിടെയും 20 കോമൺ. പക്ഷെ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളോട് ചോദിച്ചിട്ടുള്ള ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഏതാ വരിക? 10 ആണ് വരിക. ഏറ്റവും ചെറുതായിട്ടുള്ള കോമൺ മൾട്ടിപ്പിൾ 10 ആണ് വരിക. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ട് നമ്മൾ LCM എന്താന്ന് പറഞ്ഞാൽ. ഇനി HCF നമ്മൾ നോക്കുകയാണെങ്കിലോ, HCF എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം 5, 10 എന്ന നമ്പർ, രണ്ട് നമ്പേഴ്സ് നമ്മൾ എടുത്തു. 5, 10 എന്ന രണ്ട് നമ്പേഴ്സ് എടുത്തു. ഇതിൽ HCF എന്താണെന്ന് ചോദിച്ചു. ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പോൾ 5ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 5ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം പിന്നെ എന്താ 5 ആണ്. ഓക്കെ, 10ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1, 2, പിന്നെ ഏതാ ഉള്ളത്? 5 ഉണ്ട്. പിന്നെ ഏതാ? 10. ആ നമ്പർ തന്നെ ഉണ്ട്. 1, 2, 5, 10 ഇതൊക്കെ 10ന്റെ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ഇതിൽ കോമൺ ആയിട്ടുള്ള ഏതൊക്കെയാ ഉള്ളത്? കോമൺ ആയിട്ട് ഇവിടെ വരുന്നത് ഏതാ? 1 കോമൺ ആണ് ഫാക്ടറിൽ. ഇവിടെയും 1 കോമൺ ആണ്. ഓക്കെ, പിന്നെ ഏതാ? 5 ഇവിടെ കോമൺ ആണ്. ഇവിടെയും 5 കോമൺ ആണ്. ഇതിൽ ഹയസ്റ്റ് ഏതാ? 5. അപ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഇവിടെ HCF = 5 ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ HCF of 5 and 10 5 ആണെന്ന് നമുക്ക് പറയാം. ഇവിടെ എങ്ങനെ പറയാം? LCM of 2 and 5 എത്രയാണ്? LCM of 2 and 5 എന്ന് പറയുന്നത് 10 ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് ബേസിക്കലി LCM and HCF എന്താണെന്നുള്ള ഒരു ഐഡിയ. ബേസിക്കലി ഇതാണ്. ഇനി നമുക്ക് എന്താണ്, അപ്പോൾ ചെറിയ നമ്പേഴ്സ് തന്നാൽ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലേ. ഇപ്പോൾ ഇനി വലിയ നമ്പേഴ്സ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ, ഇപ്പം ഒരു 100ന്റെ മുകളിലേക്കുള്ള അല്ലെങ്കിൽ 1000ന്റെ മുകളിലേക്കുള്ള നമ്പറൊക്കെ നമ്മളോട് തന്നിട്ട് LCM HCF കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ അതിന് നമുക്ക് മെത്തേഡ് ഉണ്ട്. എങ്ങനെയാണ്? LCM of 2 നമ്പേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? പ്രൊഡക്റ്റ് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ ഇൻവോൾവ്ഡ് ഇൻ ദ നമ്പേഴ്സ്. അതായത് നമ്പേഴ്സിലുള്ള നമ്മൾ ആ നമ്പേഴ്സിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യും. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് അതിൽ നമ്മൾ പ്രൊഡക്റ്റ് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് prime factor involved in the numbers. Product of the greatest power of each prime factor involved in the numbers എന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ചെയ്യാണ്. ഫൈൻഡ് ദ LCM of 6 and 8. ഇതിൻ്റെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഒന്നെങ്കിൽ നമുക്ക് 6ന്റെ മൾട്ടിപ്പിൾസ് 6, 12, 18 അങ്ങനെ പറഞ്ഞ് കണ്ടുപിടിക്കാം. 8ന്റെ മൾട്ടിപ്പിൾസ് എടുത്തിട്ട് 8, 16, 24 അങ്ങനെ പോയിട്ട് നമ്മൾ ഏതാ കോമൺ ആയിട്ടുള്ള ലീസ്റ്റ് ആയിട്ട് വരുന്നത് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 6നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യും. 6ൽ 2 ഉണ്ട് 3 ടൈംസ്. അപ്പോൾ 6നെ നമുക്ക് എങ്ങനെ എഴുതാം? 6നെ 2 × 3 എന്ന് എഴുതാം. ഓക്കെ,
പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് 2 into 3 എന്ന് എഴുതാം. 8നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താലോ, 8ൽ 2 ഉണ്ട്, എത്ര ടൈംസ്, സോറി 8ൽ 4 times 2 ഉണ്ട്, 4ൽ again 2 times ഉണ്ട്. അപ്പോൾ 8 is equal to 2 into 2 into 2, അല്ലെങ്കിൽ നമുക്ക് പറയാം 2 cube എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 6നെ 2 into 3 എന്ന് പറഞ്ഞു, 8നെ 2 cube എന്ന് പറഞ്ഞു. ഇനി ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, പ്രൊഡക്റ്റ് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ. പ്രൊഡക്റ്റ് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്, പക്ഷെ അതിൽ ഗ്രേറ്റസ്റ്റ് പവർ ഏതാ, 2 cube. ഓക്കെ, ഇൻറ്റു ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഇല്ല, പക്ഷെ ഇവിടെ 3 ഉണ്ട്, അതുകൊണ്ട് ആ 3 അതേപോലെ നമ്മൾ എഴുതി. ഇപ്പോൾ 2 cube into 3 ഇതായിരിക്കും എന്ത്, ഇവിടുത്തെ LCM എന്ന് പറയുന്നത്. അത് എത്രയാ, 2 cube into 3 പറയുമ്പോൾ 8 into 3 എത്രയാ, 24 ആയിരിക്കും. എന്ത്, 24 ആയിരിക്കും ഇവിടെ നമുക്ക് LCM കിട്ടുക. LCM is equal to 24 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എന്താ HCF? HCF എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ദി സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ ഇൻ ദ നമ്പേഴ്സ്. അതായത് ഇവിടെ HCF ഓഫ് 135 and 225 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 135നെയും 225നെയും നമ്മൾ എന്ത് ചെയ്യണം, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. 135നെ നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്ക്. 135നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 135ൽ എന്തുണ്ട്, 2 ഉണ്ടോ, 2 ഇല്ല, 2 പോവില്ല. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നെക്സ്റ്റ് പ്രൈം നമ്പർ ഏതാ, ഫസ്റ്റ് നമ്മൾ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നെക്സ്റ്റ് എത്രയാ, 3 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ചെയ്യാൻ പറ്റും, നമുക്ക് നോക്കി നോക്കാം. 13ൽ 3 എന്ന് പറയുമ്പോൾ 4 times 3 എത്രയാ, 12, ബാക്കി 1. 15ൽ എത്രയാ, 5 times 3. സോ 45 times 3 ഉണ്ട് 135ൽ. ഇനി 45ൽ എന്തുണ്ട്, 45ലും 3 ഉണ്ട്, നമുക്ക് പറയാൻ പറ്റും 15 times 3 ആണ് 45. 15ൽ 3 ഉണ്ട്, ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും 15ൽ 5 times 3 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 135 is equal to 3 into 3 into 3, 3 cube into 5. ഓക്കെ, 3 cube into 5 എന്ന് എഴുതാം. ഈ 225ന് എങ്ങനെ എഴുതാം, 225ൽ 3 ഉണ്ട്, 225ൽ 3 ഉണ്ട്. 7 times 3 നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 21 കിട്ടും. ബാക്കി 15ൽ 5 times 3 ഉണ്ട്. എഗെയിൻ 75ൽ 3 ഉണ്ട്, 25 times. 25ൽ 5 times. ഇങ്ങനെയാണെങ്കിൽ 225നെ നമുക്ക് എങ്ങനെ എഴുതാം, 3 into 3 into 5 into 5. ഓക്കെ, ഇതിൽ നമ്മളെങ്ങനെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എടുക്കുക. ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ 3 cube into 5നെ ഞാൻ എങ്ങനെ എഴുതാം, 3 into 3 into 3 into 5. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാ, ഇവിടെ 3 into 3 into 5 ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്ക് 3 into 3 into 5 ഉണ്ട്, ഇവിടെയും 3 into 3 into 5 ഉണ്ട്. സോ ഇത് രണ്ടും ആയിരിക്കും എന്ത്, കോമൺ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. ഇത് രണ്ടും അല്ല, അതായത് 3 into 3 into 5, 3 into 3 into 5 ആയിരിക്കും ഇവിടെ HCF എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 9 into 5 വിച്ച് ഈസ് 45 ആയിരിക്കും ഇവിടുത്തെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ 45 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ പറഞ്ഞാൽ, പ്രൊഡക്റ്റ് ഓഫ് ദി സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ ഇൻ ദ നമ്പേഴ്സ്. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് ദി സ്മോളസ്റ്റ് പവർ, ഇവിടെ 3 cube ഉണ്ട്, ഇവിടെ എന്താ ഉള്ളത്, 3 square ഉണ്ട് അല്ലേ. ഇവിടെ 3 cube, ഇവിടെ 3 square. അപ്പോൾ സ്മോളസ്റ്റ് പവർ ഏതാ, 3 square. സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ കാണണം. ഇവിടെ സ്മോളസ്റ്റ് പവർ ഏതാ, ഇവിടെ 5⁻1 ആണ്, ഇവിടെ 5 square ഉണ്ട്, അതിൽ സ്മോളസ്റ്റ് പവർ ഏതാ, 5 ആണ്. അങ്ങനെയാണ് നമ്മൾ 3 into 3 into 5 അല്ലെങ്കിൽ 3 square into 5 എന്ന് പറയുന്നത്. അതാണ് ഈ ഡെഫിനിഷൻ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ, HCF ഓഫ് AB ഇൻറ്റു LCM ഓഫ് AB is equal to A into B. അതായത് ഒരു രണ്ട് നമ്പേഴ്സിന്റെ HCFും LCMും നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. Which of the following is the least number when divided by 8, 12 and 20 leaves the remainder 5? അതായത് ഈ 8, 12, 20 ഈ മൂന്ന് നമ്പേഴ്സിനെ കൊണ്ട് നമ്മൾ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, 5 എന്ന റിമൈൻഡർ കിട്ടണം. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, 8, 12, 20 എന്ന നമ്പറിന്റെ LCM എന്താ, LCM നമ്മൾ കണ്ടാൽ 8, 12, 20 എന്ന നമ്പേഴ്സ് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന ലീസ്റ്റ് നമ്പർ നമുക്ക് കിട്ടും. ഓക്കെ, 8, 12, 20ന്റെ LCM നമ്മൾ കണ്ടാൽ ഈ മൂന്ന് നമ്പേഴ്സും കൃത്യമായിട്ട് ഡിവൈഡ് ആയി പോകുന്ന
ഒരു ലീസ്റ്റ് നമ്പർ നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ എന്ത് ചെയ്താൽ മതി? 5 റിമൈൻഡർ കിട്ടണം എന്ന് പറഞ്ഞാൽ ആ ലീസ്റ്റ് നമ്പറിനോട് നമ്മളൊരു 5 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ 3 നമ്പേഴ്സിന്റെ LCM കണ്ടിട്ട് അതിനോട് 5 ആഡ് ചെയ്ത് കൊടുത്താൽ പോരെ. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ നമ്മൾ അങ്ങനെയാണ് നമ്മുടെ തിങ്കിങ് പ്രോസസ്സ് വരേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 8, 12, 20 ഈ 3 നമ്പേഴ്സിന്റെ LCM നമുക്ക് കാണണം. അപ്പം ഈ 3 നമ്പേഴ്സിന്റെ LCM കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 8ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 8ന് നമുക്ക് 2 4 ടൈംസ് 2 2. അപ്പോൾ 8ന് നമുക്ക് എങ്ങനെ എഴുതാം? 8 ഈസ് ഈക്വൽ ടു 2 × 2 × 2 അല്ലെങ്കിൽ 2 ക്യൂബ് എന്ന് പറയാം. ഓക്കെ, ബാക്കി ഏതാ? 12 ഉണ്ട്. 12ന് നമുക്ക് 2h ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 6 കിട്ടും. 6നെ അഗൈൻ 2h ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. 12 ഈസ് ഈക്വൽ ടു 2² × 3 എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇനി ഏതാ ഉള്ളത്? 20നെ ഞാൻ 2h ഡിവൈഡ് ചെയ്തു, 10 കിട്ടി. അഗൈൻ 2h ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. അപ്പോൾ 20 ഈസ് ഈക്വൽ ടു 2 × 2 × 5 എന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ LCM എങ്ങനെ കാണും? LCM എന്ന് പറയുന്നത് എന്താ? LCM എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ. പ്രൊഡക്റ്റ് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പവർ. ഇപ്പൊ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. ഇതിൽ 2ന്റെ ഗ്രേറ്റസ്റ്റ് ഫാക്ടർ ഏതാ? 2 ക്യൂബ് അല്ലേ? LCM എന്ന് പറയുമ്പോൾ 2 ക്യൂബ് ഇൻറ്റു പ്രൊഡക്റ്റ് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഫാക്ടർ ഓഫ് ഈച്ച് ഫാക്ടർ. അതായത് ഇനി 3 ഉണ്ട്, അപ്പോൾ ഇവിടെ 3 തന്നെ എഴുതാം. ഓക്കെ, 3ന്റെ ഗ്രേറ്റസ്റ്റ് പവർ 3 തന്നെ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള ഏതാ? എല്ലാ ഫാക്ടേഴ്സിനും നമ്മൾ നോക്കണം. ബാക്കിയുള്ള 5 ആണ്. ഇപ്പോൾ 5. ഇപ്പോൾ 2 ക്യൂബ് ഇൻറ്റു 3 × 5 നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 × 3 × 5 ദിസ് ഈസ് ഈക്വൽ ടു 3 × 8 24. 24 × 5 എത്രയാ? 120 എന്ന് കിട്ടും. ഓക്കെ, 120 ആണ് ഈ 3 നമ്പേഴ്സിന്റെ LCM എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ 3 നമ്പേഴ്സ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്താലും ഈ 120ൽ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ആ ഒരു 5 അവിടെ റിമൈൻഡർ കിട്ടണം എന്ന് പറഞ്ഞാൽ എന്താ? അതിനോട് നമ്മളൊരു 5 ആഡ് ചെയ്ത് കൊടുത്താൽ പോരെ അല്ലെ? ഇവിടെ ഒരു 5 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 125 എന്നൊരു ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, 125 ആണ് ഇവിടെ ആൻസർ വരിക. ഇനി നിങ്ങൾ ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്ക്. 125ന് വെച്ചിട്ട് 8 ഡിവൈഡ് ചെയ്താലും 12 ഡിവൈഡ് ചെയ്താലും 20 നിങ്ങൾ ഡിവൈഡ് ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും? 5 എന്ന റിമൈൻഡർ കിട്ടും. ഓക്കെ, ക്ലിയർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 4.5, 6 and 10.5 by natural numbers are taken, which is the smallest natural number common to all? അതായത് ഇതിൻ്റെയൊക്കെ നാച്ചുറൽ നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസ് നമ്മൾ എടുത്താൽ അതിൽ ഏതാണ് കോമൺ ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബേസിക്കലി LCM ആണ് ചോദിച്ചത്, പക്ഷെ നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ടുള്ള LCM ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നമുക്കൊരു ഫോർമുല ഉണ്ട്. LCM ഓഫ് ഫ്രാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ LCM ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ HCF ഓഫ് ന്യൂമറേറ്റർ ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ HCF ഓഫ് ഫ്രാക്ഷൻ നിങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ HCF ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ LCM ഓഫ് ഡിനോമിനേറ്റർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ചെയ്ത് നോക്കാം. LCM ഓഫ് ഫ്രാക്ഷൻ LCM ഓഫ് ന്യൂമറേറ്റർ ബൈ HCF ഓഫ് ഡിനോമിനേറ്റർ. ഇവിടെ എങ്ങനെ കാണും? ഇവിടെ നമ്മൾ 4.5 നമ്മൾ എങ്ങനെ എടുക്കും? 4.5 എന്ന് പറയുന്നത് 2 × 4 8 8 + 1 9/2 ആണ് 4.5 എന്ന് പറയുന്നത്. ഓക്കെ, 6ന് നമുക്ക് എങ്ങനെ എഴുതാം? 6ന് നമുക്ക് 12/2 എന്ന് എഴുതാം. ഓക്കെ, പിന്നെ ഏതാ 10.5 എന്നുള്ളത് 2 × 10 20 20 + 1 21/2. ഓക്കെ, അപ്പോൾ ഈ 3 നമ്പേഴ്സിന്റെ LCM നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? LCM ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ HCF ഓഫ് ഡിനോമിനേറ്റർ. LCM ഓഫ് ന്യൂമറേറ്റർ 9 12 21. ഇതിന്റെ LCM എങ്ങനെ കണ്ടുപിടിക്കും? LCM ഓഫ് 9 12 21 കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്ക്. 9 നമ്മൾ എങ്ങനെ എഴുതും? 9 = 3 × 3 എന്ന് എഴുതാം. ഓക്കെ, 12നെ നമുക്ക് എങ്ങനെ എഴുതാം? 12നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ നമുക്ക് 12നെ 2 × 2 × 3 എന്ന് എഴുതാം അല്ലേ? 4 × 3 ആണ് 12 വരുന്നത്. പിന്നെ ഏതാ? പിന്നെയുള്ള 21 ആണ്. 21 നമുക്ക് എങ്ങനെ എഴുതാം? 21 നമുക്ക് 3 × 7 എന്ന പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് 3 × 7 എന്ന് എഴുതാം. അപ്പോൾ ഇതിന്റെ LCM എന്തായിരിക്കും? 3ന്റെ ഗ്രേറ്റസ്റ്റ് പവർ ഏതാ? 3² അല്ലേ? യെസ്, അപ്പോൾ 3² × ഇനി ഏതാ? 2 ഉണ്ട്. 2ന്റെ ഗ്രേറ്റസ്റ്റ് പവർ 2² × പിന്നെ ഏതാ ഉള്ളത്? 7. ഓക്കെ, 7ന്റെ ഗ്രേറ്റസ്റ്റ് പവർ 7 തന്നെയാണ്. അപ്പോൾ 3² × 2² × 7 ചെയ്താൽ 9 × 4 × 7. ഓക്കെ, 36 × 7 എന്ന് വരും.
36 into 7 നമ്മൾ ചെയ്യുമ്പോൾ 42 252 എന്നൊരു നമ്പർ നമുക്ക് കിട്ടും. ഇപ്പോൾ LCM ഓഫ് 9, 12, 21 നമുക്ക് എന്ത് കിട്ടി? 252 എന്ന് കിട്ടി. ഇനി എന്ത് കാണണം? HCF ഓഫ് ഡിനോമിനേറ്റർ ഉണ്ട്. HCF ഓഫ് ഡിനോമിനേറ്റർ ഏതാ? ഡിനോമിനേറ്റേഴ്സ് എല്ലാം സെയിം ആണ്. അപ്പോൾ ഇതിലെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏത് തന്നെയാണ്? ആ നമ്പർ തന്നെയാണ്. അപ്പോൾ HCF ഓഫ് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എത്ര? HCF ഓഫ് 2,2,2 is equal to 2. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ഈ ടോട്ടൽ നമ്പേഴ്സിന്റെ LCM നമുക്ക് കിട്ടണമെങ്കിൽ എന്ത്? LCM ഓഫ് 4.5, 6, 10.5 is equal to LCM ഓഫ് ന്യൂമറേറ്റേഴ്സ് എത്രയാ? 252 നമുക്ക് കിട്ടി. ഡിവൈഡഡ് ബൈ HCF ഓഫ് ഡിനോമിനേറ്റേഴ്സ് എത്രയാ? 2 നമുക്ക് കിട്ടി. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 126 അല്ലേ? 252/2 നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 126 എന്നൊരു നമ്പർ കിട്ടും. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൺ ഡിവൈഡിങ് ഈച്ച് ഓഫ് 12 and 23 എ നമ്പർ ഗ്രേറ്റർ ദാൻ 1 വി ഗെറ്റ് ദ സെയിം റിമൈൻഡർ. വാട്ട് ഈസ് ദ റിമൈൻഡർ? ഓക്കെ, 12, 23 രണ്ട് നമ്പറിനെയും നമ്മൾ സെയിം നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു സെയിം റിമൈൻഡർ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 12നെ ആ ഒരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാം. 12നെ സപ്പോസ് ഞാൻ x വെച്ച് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്കൊരു a എന്നുള്ള നമ്പറും കിട്ടി, r എന്ന റിമൈൻഡറും കിട്ടി. ഓക്കെ, ഇതിനപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 12 is equal to ax plus r എന്ന് എഴുതാം. ഓക്കെ, ഇനി ഏതാ? 23നെ ഞാൻ സെയിം നമ്പർ വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 23നെ എനിക്ക് എങ്ങനെ എഴുതാം? 23നെ സപ്പോസ് അനദർ നമ്പർ bx plus r ആണ്. രണ്ടിടത്തും ഞാൻ r എന്നാണ് എടുത്തത്. ഓക്കെ, കാരണം എന്താ? സെയിം റിമൈൻഡർ ആണ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ 23 ഞാൻ bx plus r എന്ന് എഴുതി. ഇനി നിങ്ങൾ ഈ ഒരു 23 minus 12 ഇത് 2 എന്നുള്ള ഇക്വേഷൻ ആക്കുക, ഇത് 1 എന്നുള്ള ഇക്വേഷൻ ആക്കിയിട്ടെടുത്ത് 2 minus 1 നിങ്ങൾ ചെയ്ത് നോക്ക്. നമുക്ക് എന്ത് കിട്ടും? 23 minus 12 is equal to bx minus ax. Okay, ഇവിടെ പ്ലസ് ആറും ഇവിടെ ഈ പ്ലസ് ആറും ക്യാൻസൽ ചെയ്ത് പോകും. സോ 23 minus 12 is equal to bx minus ax എന്ന് കിട്ടും. 11 is equal to b minus a into x എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 11നെ നമ്മൾ എങ്ങനെ എഴുതി? b minus a into x. അങ്ങനെ പറഞ്ഞാൽ എന്താ? 11ന്റെ ഫാക്ടേഴ്സ് ആണ് ഈ b minus aയും xും എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്കറിയാം 11ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 11 is equal to 1 into 11. 1ഉം 11ഉം മാത്രമേ 11ന്റെ ഫാക്ടേഴ്സ് ഉള്ളൂ. കാരണം എന്താ? 11 ഒരു പ്രൈം നമ്പർ ആണ്. സോ നമുക്ക് പറയാൻ പറ്റും b minus a into x. എക്സിന് എന്ത് കൊടുക്കാം? എക്സിന് ഒന്നെങ്കിൽ x എന്ന് പറഞ്ഞാൽ ഏതാ? നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ആ വാല്യൂ ആണ് x എന്ന് പറയുന്നത്. ഏത് നമ്പർ വെച്ചിട്ടാണോ നമ്മൾ ഈ രണ്ട് നമ്പേഴ്സിനെ 12നെയും 23നെയും ഏത് നമ്പർ വെച്ചിട്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ വാല്യൂ ആണ് x എന്ന് പറയുന്നത്. അപ്പോൾ x ഒന്നെങ്കിൽ 1 ആവാം അല്ലെങ്കിൽ 11 ആവാം. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഓൺ ഡിവൈഡിങ് ഈച്ച് ഓഫ് ദ 12 and 23 വിത്ത് എ നമ്പർ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സിന് നമുക്ക് 1 എന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ x എന്താവണം? x ഈസ് ഈക്വൽ ടു 11 ആവണം. ഓക്കെ, x ഈക്വൽ ടു 11 ആവണം. അപ്പോൾ 11 എന്ന നമ്പർ വെച്ചിട്ട് നമുക്ക് ഈ 12നെയും 23നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ അങ്ങനെ നമ്മൾ ഒരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്തായിരിക്കും? എന്താ? ഇപ്പോൾ x 11 ആണ്. അപ്പോൾ 11 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 12നെ 11 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 1,1/11. ഓക്കെ, 23നെ നമ്മൾ 11 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിലോ 2,1/11. രണ്ടോടത്തും സെയിം റിമൈൻഡർ അല്ലേ? 1 എന്ന റിമൈൻഡറാണ് കിട്ടുന്നത്. അപ്പോൾ ആൻസർ എത്രയാ? ബി എന്ന ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What is the least number which when divided by 9, 11 and 13 leaves 1, 3 and 5 as the respective reminders? Okay, 9, 11, 13 ഈ മൂന്ന് നമ്പേഴ്സ് ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിനെ നമ്മൾ 9, 11, 13 എന്ന നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോന്നിനും എന്ത് കിട്ടണം? 9ന് 1 റിമൈൻഡർ കിട്ടണം, 11ന് 3 റിമൈൻഡർ കിട്ടണം, 13 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 റിമൈൻഡർ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ലീസ്റ്റ് നമ്പർ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഒരു നമ്പറിനെ നമ്മൾ 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 അവിടെ റിമൈൻഡർ കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഇതിലൊരു നമ്പറിനെ 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്നുള്ള റിമൈൻഡർ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു നമ്പറിലേക്ക് 8 ഇപ്പോൾ നമ്മൾ ഇതിൽ ഏത് നമ്പർ എടുത്തിട്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പറിലേക്ക് 8 നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ എന്തായി? അവിടെ റിമൈൻഡർ 0 ആവും അല്ലേ?
8 നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ ഈ 1ന്റെ കൂടെ 8ഉം കൂടെ കൂടും, അപ്പം 9 കിട്ടും. അപ്പോൾ കൃത്യമായിട്ട് അത് ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ ആ ഒരു നമ്പറിലേക്ക് 8 നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ ഈ 9നെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതേപോലെ ഇവിടെ 11 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 എന്നുള്ളൊരു ഇതാണ് കിട്ടുന്നത്. ഫസ്റ്റ് ഇതിൽ നമുക്ക് 9 - 1 = 8. ഓക്കെ, സെക്കൻഡ് എന്താ 11 - 3 = 8. ആൻഡ് തേർഡ് 13 - 5 = 8. ഇതിൻ്റെ മീനിങ് എന്താ? ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതോ ഒരു നമ്പറിനെ നമ്മൾ ഈ ഒരു 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 റിമൈൻഡർ കിട്ടുന്നുണ്ട്. ഓക്കെ, 1 റിമൈൻഡർ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ഏത് നമ്പറിലേക്കാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പറിലേക്ക് 8 നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ ഇത് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. അതേപോലെ ഏത് നമ്പർ വെച്ചിട്ടാണോ നമ്മൾ ഈ 11 ഡിവൈഡ് ചെയ്യുന്നത് അതിലേക്ക് നമ്മളൊരു 8 കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ ഈ 11ഉം കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. ഓക്കെ, 13 എന്ന നമ്പർ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എത്രയാ 5 റിമൈൻഡർ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിലേക്ക് ഒരു 8ഉം കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ ആ 13ഉം കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. ഓക്കെ, അങ്ങനെയുള്ള ലീസ്റ്റ് നമ്പർ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ ലീസ്റ്റ് നമ്പർ ചോദിച്ചാൽ നമ്മൾ എന്ത് കാണണം? LCM കാണണം. അങ്ങനെയാണെങ്കിൽ ഈ 3 നമ്പേഴ്സിന്റെ LCM കണ്ടിട്ട് അതിനോട് എന്ത് ചെയ്താൽ മതി? 8 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടൂലേ? അങ്ങനെയാണെങ്കിൽ 9, 11, 13 ഇതിന്റെ LCM കാണണം. ആദ്യം LCM ഓഫ് 9, 11, 13 നമ്മൾ കാണണം. 9, 11, 13ന്റെ LCM കാണുമ്പോൾ നമുക്ക് എന്താ പറയാം? 9നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 9നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ 3 × 3 എന്ന് എഴുതാൻ പറ്റും. 11നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ എന്താണ്? 1 × 11. 11 എന്ന് പറഞ്ഞാൽ ഓൾറെഡി പ്രൈം നമ്പർ ആണ്. 13 ആണെങ്കിലും എന്താണ്? 1 × 13 ആണ്. ഓക്കെ, ഇനി ഇതിന്റെ LCM എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇവിടെ 3ന്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് പവർ 3² × 11ന്റെ ഗ്രേറ്റസ്റ്റ് പവർ എന്ന് പറയുന്നത് 11 തന്നെയാണ്. 13ന്റെ ഗ്രേറ്റസ്റ്റ് പവർ 13 തന്നെയാണ്. അപ്പം 9 × 11 × 13 എന്ന് വരും. 99 × 13. 100 × 13 എത്രയാ? 1300. അപ്പം 99 × 13 1300 ഒരു 13 കുറയും. 1300 13 കുറഞ്ഞാൽ എത്ര? 1287. ഓക്കെ, 1287. അപ്പോൾ ഈ 3 നമ്പേഴ്സിന്റെ LCM 1287. അതായത് ഈ 3 നമ്പർ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്താൽ ഈ 1287 കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുമെന്ന് പറയാൻ പറ്റും. ഇതിൽ നിന്ന് നിങ്ങളൊരു 8 മൈനസ് ചെയ്യും. 1287 മൈനസ് 8 നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1279. ഇപ്പോൾ ഈ നമ്പറിന് നിങ്ങൾ ഈ 3 നമ്പേഴ്സ് ഡിവൈഡ് ചെയ്ത് നോക്ക്. 1279/9 നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ 1 എന്ന റിമൈൻഡർ കിട്ടും. ഓക്കെ, 1279 /11 ചെയ്താൽ 3 റിമൈൻഡർ കിട്ടും. 1279 /13 നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് 5 എന്ന റിമൈൻഡർ കിട്ടും. അപ്പം ഓപ്ഷൻ 2 ആണ് കറക്റ്റ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. A and B can do a piece of work separately in 10 and 20 days respectively. They work together for a few days and then A leaves. B completes the remaining work in 5 days. How many days did A work? അപ്പോൾ ഇതിൽ നമ്മൾ LCM HCFും കണക്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ? നമുക്ക് നോക്കാം. A and B can do a piece of work separately in 10 days and 20 days. അപ്പോൾ A ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 1/10 days ആവും. അപ്പോൾ ടൈം ആൻഡ് വർക്ക് എന്ന കൺസെപ്റ്റ് എല്ലാവരും പഠിച്ചതാണ്. B ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എത്രയായിരിക്കും? ബിക്ക് 20 days ആണ്. അപ്പോൾ 1/20 ആണ്. ഓക്കെ, ഇനി ടുഗദർ ഇവർ ചെയ്യാൻ എടുക്കുന്ന ടൈം നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ടുഗദർ അവർ 1/10 + 1/20 days 1/20 = എന്ത് കിട്ടും? 1/n കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഈ n ആയിരിക്കും എന്തെന്ന് പറയുന്നത് അവർ രണ്ടാളും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ LCM എടുക്കണം. 10ന്റെയും 20ന്റെയും LCM എടുത്ത് അത് ഡിനോമിനേറ്റർ സെയിം ആക്കണമെങ്കിൽ 10ന്റെയും 20ന്റെയും LCM എടുക്കണം. 10ന്റെയും 20ന്റെയും LCM എത്രയാ? LCM ഓഫ് 10,20 എന്ന് പറയുന്നത് എത്രയാ? LCM ഓഫ് 10,20 അവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം 10ന്റെ മൾട്ടിപ്പിൾ ആണ് 20. അപ്പോൾ ഇതിലെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 20 തന്നെയാണ്. ഓക്കെ, അപ്പം 1/10. അപ്പോൾ 1/10 നമുക്ക് എങ്ങനെ എഴുതാം? 1/10നെ 2/20 + 1/20 = 1/n എന്ന് എഴുതാം. അല്ലെങ്കിൽ 3/20 = 1/n. n = 20/3. 20/3 ഡേയ്സിൽ ഇവർ ഈ കംപ്ലീറ്റ് വർക്ക് ഒരുമിച്ച് എടുത്താൽ ആ കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ദേ വർക്ക് ടുഗദർ ഫോർ എ ഫ്യൂ ഡേയ്സ് ആൻഡ് ദെൻ A ലീവ്സ്. കുറച്ച് ദിവസത്തേക്ക് മാത്രമേ അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള വർക്ക് 5 ദിവസം കൊണ്ട് B ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 5 ദിവസം കൊണ്ട് B കംപ്ലീറ്റ് ചെയ്യുന്ന വർക്ക് എത്രയായിരിക്കും? B 1/20 ആണ് ഒരു ദിവസം. അങ്ങനെയാണെങ്കിൽ
ഇൻ 5 days ബി എത്ര കംപ്ലീറ്റ് ചെയ്യും? ബി എത്രയാ? 5/20 കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, 5/20 കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് 5/20 കംപ്ലീറ്റ് ചെയ്യും. 5/20 പ്ലസ് ഒരുമിച്ച് കുറച്ച് ദിവസം വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. ഓക്കെ, ഒരുമിച്ച് കുറച്ച് ദിവസം വർക്ക് ചെയ്തു. അതായത് 3/20 എക്സ് എത്ര ദിവസം വർക്ക് ചെയ്തത്? എക്സ് ഡേയ്സ് ആണ് ഒരുമിച്ച് വർക്ക് ചെയ്തതെന്ന് നമ്മൾ എടുത്താൽ എക്സ് ഇൻറ്റു 3/20 നമ്മൾ ചെയ്താൽ എക്സ് ഇൻറ്റു 3/20 നമ്മൾ ചെയ്താൽ ആ ഒരു എത്ര ദിവസം വർക്ക് ചെയ്തു ആ ടോട്ടൽ വർക്ക് കിട്ടും. ഇത് ടോട്ടൽ ഈക്വൽ ടു 1 ആവണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 5 + 3x = 20 ആവണം. അല്ലെങ്കിൽ 3x = 15 ആവും. x = 5 എന്ന് കിട്ടണം. അപ്പോൾ എത്ര ദിവസം അവർ ഹൗ മെനി ഡേയ്സ് ഡിഡ് എ വർക്ക്? എ എത്ര ദിവസം വർക്ക് ചെയ്തത്? 5 days ആണ് എ വർക്ക് ചെയ്തത്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്തി. ഇവിടെ LCM യൂസ് ചെയ്ത് നമ്മൾ 10ന്റെയും 20ന്റെയും LCM കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The greatest number that exactly divides 105,001 and 2436 is greatest number that exactly divides ഈ 3 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നമ്മൾ എന്താ കാണേണ്ടത്? HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് നമ്മൾ കാണേണ്ടത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെന്നാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ HCF എന്ന് ചോദിച്ചാലും GCD എന്ന് ചോദിച്ചാലും ഒക്കെ നിങ്ങൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് കാണേണ്ടത്. GCD എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവിസർ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ HCF നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിനെ എന്ത് ചെയ്യുക? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. 105നെ നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്ക്. 105ൽ എന്തുണ്ട്? 2 പോവില്ല, 3 പോവും. 3 എത്ര ടൈംസ് ഉണ്ട്? 10ൽ 3 ടൈംസ്, ബാക്കി 15ൽ 5 ടൈംസ്. ഇനി 35ൽ 3 പോവില്ല, 5 പോവും. 5 എത്ര? 5 × 7 ആണ് 35. ഓക്കെ, ഇനി 7ൽ 7 1. സോ 105നെ നമുക്ക് എങ്ങനെ എഴുതാം? 105 = 3 × 5 × 7 3 × 5 × 7 എന്ന് എഴുതാം. നെക്സ്റ്റ് ഏതാ? 1001. 1001നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എന്ത് എഴുതാൻ പറ്റും? 1001ൽ 2 ഇല്ല, 3ഉം കറക്റ്റായിട്ട് പോവില്ല, 5ഉം പോവില്ല, 7 പോവോ? 7 പോവോ നോക്കാം. 10ൽ 1 7, ബാക്കി 3. 30ൽ 4 ടൈംസ്, 28, ബാക്കി 21ൽ 3 ടൈംസ്. യെസ്, 7 കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഇനി ഇതിൽ എന്താ പോവാ? 2 പോവില്ല, 3 പോവോ? 3ഉം പോവില്ല, 7ഉം പോവില്ല. ഏതാണ് പോവുക? 11 ആണ് കറക്റ്റായിട്ട് പോവുക. ഓക്കെ, അപ്പോൾ 14ൽ 11 1 ടൈം, ബാക്കി 33ൽ 11 3 ടൈംസ്. അപ്പോൾ എന്ത് കിട്ടി? 1001 നമുക്ക് എങ്ങനെ എഴുതാം? = 7 × 11 × 13. ഓക്കെ, ഇനി എന്താ ഉള്ളത്? മൂന്നാമത്തെ നമ്പർ 2436. ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ഇതിൽ 2 കറക്റ്റായിട്ട് പോകും. 1ൽ 1 ടൈം 2, 3ൽ 1 ടൈം, ബാക്കി 16ൽ 8 ടൈംസ്. ഓക്കെ, ഇതിലും 2 പോവും. നമുക്ക് പറയാൻ പറ്റും 1ലില്ല, 12ൽ 6 ടൈംസ്, 18ൽ എത്രയാ? 12ൽ 6 ടൈംസ്, പിന്നെ ഒരു 0, 18ൽ 9 ടൈംസ്. 609ൽ 2 പോവില്ല, 3 പോവും. 3 എത്ര ടൈംസ് പോവും? ഇവിടെ 1 ടൈം. 60ൽ 20 ടൈംസ് പോവും. 9ൽ 3 ടൈംസ് പോവും. 203ൽ എന്താണ്? 3 കറക്റ്റായിട്ട് പോവോ? 3 കറക്റ്റായിട്ട് പോവില്ല. പിന്നെ ഏതാ പോവാ? 7 കറക്റ്റായിട്ട് പോവും. 7 എത്ര ടൈംസ് പോവും? 7 ഇവിടെ 2 ടൈംസ്, 14, ബാക്കി 63ൽ 9 ടൈംസ്. ഓക്കെ, അപ്പോൾ 29 ഒരു പ്രൈം നമ്പർ ആണ്. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് ഈ പ്രൈം ഫാക്ടറൈസേഷൻ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ 2 4 3 6നെ നമുക്ക് എങ്ങനെ എഴുതാം? as products of 2 × 2 × 3 × 7 × 29 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിൽ നിന്ന് HCF നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം HCF എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ദി സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ. പ്രൊഡക്റ്റ് ഓഫ് ദി സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇതിൽ എല്ലാത്തിലും കോമൺ ആയിട്ടുണ്ടായിരിക്കണം ആ ഫാക്ടർ. അതിൻ്റെ സ്മോളസ്റ്റ് പവർ ആയിരിക്കണം. ഇപ്പോൾ 3 5 7 7 11 13 ഇതിലാകെ എന്താ ഉള്ളത്? 7 മാത്രമാണ് കോമൺ ആയിട്ടുള്ളത്. ഇവിടെ 7 മാത്രമാണ് കോമൺ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ബാക്കി ഈ 2 നമ്പേഴ്സ് നോക്കുമ്പോഴും അവിടെ എന്താണുള്ളത്? 7 മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. ഓക്കെ, 11 13 ബാക്കി ഒന്നും കോമൺ ആയിട്ടില്ല. അപ്പോൾ 3 എണ്ണത്തിലും കോമൺ ആയിട്ട് ആകെ 7 മാത്രമേ ഉള്ളൂ. സോ നമുക്ക് പറയാൻ പറ്റും HCF ഓഫ് ദീസ് 3 നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? HCF എന്ന് പറയുന്നത് ഇവിടെ 7 ആയിരിക്കും. Okay, HCF of these 3 numbers is 7.
Okay, clear. Next question. The product of two numbers is 6760 and their HCF is 13 and then LCM is അപ്പോൾ പഠിച്ചിട്ടുണ്ട് HCF into LCM നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? Product of those numbers കിട്ടണം, അതായത് A into B. HCF of A into B into LCM of A into B നമുക്ക് ചെയ്യുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട് 6760 തന്നിട്ടുണ്ട്, HCF തന്നിട്ടുണ്ട് 13 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ LCM കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? LCM is equal to 6760 divided by 13 ചെയ്താൽ പോരെ? ഓക്കെ, എത്ര കിട്ടും? 6760 by 13 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 times 13 നമ്മൾ ചെയ്യുമ്പോൾ 65 കിട്ടും. ബാക്കി 26ൽ 2 times 13 ഉണ്ട്, ബാക്കി അവിടെ ഒരു 0 ഉണ്ട്. 520 എന്നൊരു ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സോ ഇത്രയാണ് നമുക്ക് HCFും LCMും കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ എല്ലാവരും മാക്സിമം HCF LCM എന്താണെന്ന് കറക്റ്റ് കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ആ ലോജിക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയാൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യാമെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ മാക്സിമം പ്രോബ്ലംസ് ഈ ഏരിയയിൽ നിന്ന് വർക്കൗട്ട് ചെയ്യാമെന്നാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ. നെക്സ്റ്റ് ഒരു സെഷനിൽ കാണാം.